വലത് ഭാഗത്തും സ്ത്രീകൾക്ക് അടുത്ത ഭാഗം ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ അവർക്ക് 5 കുട്ടികളുണ്ടായിരുന്നു പറഞ്ഞു. വലിയ കാര്യമാണ്, ഞാൻ ശരിക്കും 5 കുട്ടികളുണ്ടായിരുന്നു. 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. പേരറിഞ്ഞുണ്ടായി. ആകൂതി, ദേവസൂതി, പ്രസൂതി. ആൺകുട്ടികളുടെ പേര് പ്രിയവ്രതൻ, നിത്താനപാദൻ. ആകൂതി, ദേവസൂതി, പ്രസൂതി, പ്രിയവ്രതൻ, നിത്താൻ. അങ്ങനെ 5 കുട്ടികളാകെ ഉണ്ടായി. 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. ആൺകുട്ടികളുടെ പേര് പ്രിയവ്രതൻ, നിത്താനപാദൻ. പെൺകുട്ടികളുടെ പേര് ആകൂതി, ദേവഭൂതി, പ്രസൂതി. ഇങ്ങനെ 5 കുട്ടികളുണ്ടായിരുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിലൊക്കെ അർത്ഥമുണ്ട്. 5 ഉണ്ടായിക്കോട്ടെ, നമുക്ക് എന്താ അർത്ഥം? കഥയ്ക്ക് അർത്ഥമുണ്ട്. ആകൂതി എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ഭാവം, ദേവഭൂതി എന്ന് പറഞ്ഞാൽ ദൈവഭാവം, പ്രസൂതി എന്ന് പറഞ്ഞാൽ ഭൗതിക ഭാവം. പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികൾക്കും 3 ഭാവമുണ്ട്: ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം. നമ്മൾ താപത്രയങ്ങളെന്ന് പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടോ? ആദ്യത്തെ താപത്രയങ്ങളിൽ ആദിഭൗതികം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ബോഡി, ഭൗതിക ശരീരം. അതിങ്ങനെ ധാരാളം ഉണ്ടാവും. എന്നിന്ന് പറഞ്ഞിങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പ്രസൂതി എന്ന് വാക്കിൻ്റെ അർത്ഥം ധാരാളം പ്രസവിക്കണമെന്ന് അതിൻ്റെ അർത്ഥം, ഇഷ്ടംപോലെ പ്രസവിക്കണമെന്ന് അർത്ഥം പ്രസൂതി. ദേവഭൂതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് ദേവഭൂതി. ദേവന്മാരെ വിളിച്ചു വരുന്നതെന്ന വാക്കിൻ്റെ അർത്ഥം. കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, സത്വഗുണത്തിൽ നിന്നാണ് ദേവന്മാർ മനസ്സുണ്ടായത്. അപ്പോൾ സാത്വികമായ മനസ്സാണ് ദേവഭൂതി. പിന്നെ ആകൂതി എന്ന് പറഞ്ഞാലോ, ആകൂതി എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ഭാവമാണ് ആകൂതി. അപ്പോൾ ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം, ഈ 3 ഭാവങ്ങളാണ് 3 ജനിച്ചതായിട്ട് പറയാം. പക്ഷെ മനസ്സിലാക്കേണ്ട കഥ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ, അർത്ഥം പറഞ്ഞിട്ടില്ല. ഇനി 2 ആൺകുട്ടികളുണ്ടായിരുന്നു പറഞ്ഞു. പ്രിയവ്രതൻ, നിത്താനപാദൻ. അതിൻ്റെ കഥയൊക്കെ വരാൻ പോകുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? പ്രിയവ്രതൻ എന്നുള്ള വാക്കൊന്ന് തിരിച്ചു പറഞ്ഞാൽ എന്താവും? പ്രിയവ്രതൻ തിരിച്ചിട്ട് വ്രതപ്രിയനാവും. വ്രതപ്രിയനാണ് പ്രിയവ്രതൻ. അതായത് ഈശ്വരനിലേക്ക് തിരിയുന്ന മനസ്സാണ് പ്രിയവ്രതൻ. മനസ്സിൻ്റെ ജീവന് 2 വഴിയുണ്ട്. ഒന്ന് മുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ താഴത്തേക്ക് പോകാം. ഈശ്വരനിലേക്ക് തിരിഞ്ഞിരിക്കുന്ന മനസ്സാണ് പ്രിയവ്രതൻ. വിഷയങ്ങളിലേക്ക് തിരിയുന്ന മനസ്സാണ് ഉത്താനപാദൻ. ഉത്താനപാദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ അറിയോ? ഉത്താനത്തിൽ ഉയർത്തിയെന്നർത്ഥം. കാല് മുകളിലേക്ക് എന്നർത്ഥം. കാല് മുകളിലേക്ക് തലയിലേക്ക് പറയേണ്ട ആവശ്യമില്ല, തലയിൽ അർത്ഥം. ഇങ്ങനെയൊക്കെയാണ് കഥയുടെ അർത്ഥം. അപ്പോൾ ഏതായാലും പിന്നെ പറഞ്ഞത് ഈ സ്വയംഭുവിൻ്റെ കുട്ടികളുടെ കഥയാണ്. സ്വയംഭുവിന് സൃഷ്ടി ആരംഭിച്ചപ്പോൾ പ്രശ്നമുണ്ടായി. സ്വയംഭുവിനോട് സൃഷ്ടി നടത്താൻ പറഞ്ഞു. അതിന് മുമ്പ് കുറേ സൃഷ്ടികളുണ്ടായി, അവരാരും സൃഷ്ടിച്ചിട്ട് ശരിയായില്ല. സ്വയംഭുവിനോട് സൃഷ്ടി നടത്താൻ പറഞ്ഞപ്പോൾ ബ്രഹ്മാവിനോട് സ്വയംഭുവിന് ചോദിച്ചു, സ്ഥാനം വിഹാനജാനീഹി പ്രജാനാമയുടെ പ്രഭോ, എനിക്കും എൻ്റെ പദവികൾക്കും താമസിക്കാനുള്ള സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു. സൃഷ്ടി നടത്താം, ഞാൻ സൃഷ്ടിച്ചാൽ ഈ ആളുകൾക്ക് താമസിക്കാൻ സ്ഥലമുണ്ട്. എവിടെ താമസിക്കാം? അവർക്ക് താമസിക്കാനുള്ള സ്ഥലം ഭൂമിയാണ്. ബ്രഹ്മാവ് നോക്കുമ്പോൾ ഭൂമി കാണാനില്ല. അതെന്താ? ഹിരണ്യാക്ഷൻ തട്ടിക്കൊണ്ടുപോയി എന്നാണ് കഥ. ഹിരണ്യാക്ഷൻ ഭൂമിയെ തട്ടിക്കൊണ്ടുപോയി. അപ്പോഴാണ് ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ച് ഭൂമി ഉദ്ധരിച്ചു എന്ന് പറഞ്ഞു. ആ വരാഹത്തിന് വെറും വരാഹം എന്നല്ല, യജ്ഞവരാഹം എന്നാണ് പേര് പറഞ്ഞത്. യജ്ഞവരാഹമൂർത്തിയാണ്. എന്താ അർത്ഥം? ഹിരണ്യാക്ഷൻ ഭൂമിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു 2 അസുരന്മാർ, ഒരു ആദിദേവന്മാരെന്നാണ് പറയാം. ഇവർ 2 പേരും ആരായിരുന്നു? വൈകുണ്ഠ ലോകത്തിലെ കാവൽക്കാരായിരുന്നു. വൈകുണ്ഠത്തിലെ 7 ഗോപുരമാണ്. 7 ഗോപുരം കടന്നു വേണം വൈകുണ്ഠമൂർത്തിയെ കാണാൻ. അതിൽ 7ാമത്തെ ഗോപുരത്തിലെ കാവൽക്കാരാണ് ജയനും വിജയനും. അപ്പോൾ ഒരിക്കലും സനകാദി മഹർഷിമാർ മഹാവിഷ്ണുവിനെ കാണാൻ ചെന്നതാണ് കഥ. അപ്പോൾ ഓരോ ഗോപുരത്തിലെയും കാവൽക്കാർ അവരെ ആദരപൂർവ്വം നടത്തിയിരിക്കും. കാരണം ഇവരെ കണ്ടാലോ വെറും 5 വയസ്സ് പ്രായം, വസ്ത്രമില്ല, വസ്ത്രം എടുക്കില്ല, 5 വയസ്സുള്ള കുട്ടികളല്ലേ. ഹരിശരണം ഹരിശരണം ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കും. എല്ലാവരും അവരെ ആദരവോടുകൂടി കടത്തിവിടും. പക്ഷേ 7ാമത്തെ ഗോപുരദ്വാരത്തിൽ എത്തിയപ്പോൾ അവിടുത്തെ കാവൽക്കാർ കുറച്ച് അഹങ്കാരമുണ്ട്. കാരണം ഈശ്വരനെ കൊടുക്കും തോറും അഹങ്കാരം കൂടും. അങ്ങനെയുണ്ടാവും. ദൈവത്തിൻ്റെ സ്വന്തം ആളുകളല്ലേ, നമുക്കൊക്കെ നമുക്ക് ഭഗവാന്റെ സ്വന്തം ആൾക്കാരാണ്. അപ്പോൾ അഹങ്കാരം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ദേവദേവന്മാരെ ഇവരെ തടഞ്ഞു, സനകാദി മഹർഷിമാരെ തടഞ്ഞു. കാരണം ഇവർ 5 വയസ്സുള്ള കുട്ടികൾക്ക് ഓടി നടക്കാനുള്ള സ്ഥലമാണ് വൈകുണ്ഠം. വസ്ത്രം പോലും ഇല്ല. തടഞ്ഞപ്പോൾ ഈ സനകാദി മഹർഷിമാരുടെ മനസ്സിൽ കുറച്ച് കോപമാണ്. കോപം എന്ന് പറഞ്ഞില്ല, അവിടെ കാമാനുജ സഹസാദ ഭാഷ, കാമൻ്റെ അനിയനുണ്ടായിരുന്നു. കാമൻ്റെ അനിയനാരാ? കോപം. സനകാദി മഹർഷിമാർക്ക് കോപം വന്നെന്ന് പറയുന്നത് ശരിയല്ലല്ലോ.
സൂത്രത്തിൽ പറഞ്ഞാണ് രാമാനുജ. എന്നിട്ടാണ് ഈ സനകാദി മഹർഷിമാർ ജൈവജയന്മാരെ ശപിച്ചു, നിങ്ങൾ അസുരന്മാരായിട്ട് ജനിക്കാൻ ശപിച്ചു എന്നാണ്. അതാണ് ലോകത്തിൽ ആദ്യമായിട്ടുണ്ടായിരുന്ന രണ്ട് അസുരന്മാർ, ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു. ഈ അസുരന്മാരിൽ ഒരാളാണ് ഹിരണ്യാക്ഷൻ. ആ ഹിരണ്യാക്ഷൻ്റെ കഥയാണ് പിന്നെ പറഞ്ഞത്, ഭൂമിയെ തട്ടിക്കൊണ്ടുപോയി ഹിരണ്യാക്ഷൻ. രണ്ടാമതാവാണ് ഹിരണ്യകശിപു. നല്ല കഥയാണ്, നമുക്ക് നാളെ കേൾക്കാം, പ്രഭാവിൻ്റെ കഥയിൽ അല്ലേ. അപ്പോൾ ഇവർ ശവിച്ചു കഴിഞ്ഞപ്പോൾ സനകാദി മഹർഷിമാർക്കും വിഷമം തോന്നി, ശാപം കിട്ടിയ കാവൽക്കാർക്കും വിഷമം തോന്നി. കാവൽക്കാർക്ക് എന്താ വിഷമം വെച്ചാൽ, മഹാവിഷ്ണുവിനെ കാണാൻ വരുന്ന ഭക്തന്മാരെ ആദരപൂർവ്വം സ്വീകരിക്കുന്നതിന് പകരം ഞങ്ങളവർ തടഞ്ഞില്ലേ, തെറ്റാണ് ചെയ്യുന്ന അവർക്കും തോന്നി. വൈകുണ്ഠത്തിൽ വന്നിട്ട് ഭഗവാന്റെ പാർഷവന്മാരെ ശപിച്ചില്ലേ, അത് തെറ്റാന്ന് ഇവർക്കും തോന്നി. രണ്ടുപേർക്കും വിട്ടുപോകുന്നുണ്ട്. അവിടെയാണ് മേൽപ്പത്തിൽ പറയുന്നത് എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം, സർവം ഭവൽ പ്രേരണൈവ നൂനം. ഇത് രണ്ടും ഭഗവാന്റെ പ്രേരണ എന്നർത്ഥം. ശപിക്കാൻ തോന്നിയതും കളയാൻ തോന്നിയതും രണ്ടും ഭഗവാന്റെ പ്രേരണയല്ല. അപ്പോൾ പശ്ചാത്താപം കണ്ടപ്പോൾ ഭഗവാൻ അവർക്കൊരു വരം കൊടുത്തു, നിങ്ങൾ എന്നും ഇങ്ങനെ അസുരന്മാരായിട്ട് കിടക്കണ്ട, 3 ജന്മം അസുരന്മാരായിട്ട് ജനിച്ച് എൻ്റെ പാദത്തിലെത്തും. ആ 3 ജന്മത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭയോഗം ഉണ്ടാകുന്നതാണ്. സംരംഭയോഗം വിരോധം, ഈശ്വരനോട് വിദ്വേഷം ഉണ്ടാകുന്നു. ഈശ്വരനോട് വിദ്വേഷം വരുന്നൊരു ഭക്തിയാണ്. ഈശ്വരനെ ചീത്ത അറിയാം. ചീത്തറിനൊരു ഭക്തി എന്താ അറിയാം, ഈശ്വരനല്ലേ അവളും പറഞ്ഞത് അല്ലേ. ശിശുപാലനൊക്കെ അങ്ങനെയല്ലേ, ഈശ്വരന് ചീത്ത പറഞ്ഞു. ഭാരതം പറയുന്നത് യഥാ വൈരാണ്യബന്ധേന മത്യത്തന്മയതാമിയാൽ എന്നാൽ തഥാ ഭക്തിയോഗേന ഇതിനെ നിശ്ചിതാമതി. വിരോധം കൊണ്ട് ഈശ്വരനെ സ്മരിക്കുന്ന പോലെ ഭക്തിയോട് സ്മരിക്കില്ലാണ്. നമ്മളറിയല്ലേ, നമ്മൾ ബന്ധുക്കളാണ് കൂടുതൽ ഓർമ്മിക്കുക, ശത്രുക്കളാണ് ഓർമ്മിക്കുക. ബന്ധുക്കളെ അത്യാവശ്യത്തിന് ഓർമ്മിക്കുള്ളൂ, ശത്രുവിനാണെങ്കിലോ 24 മണിക്കൂറുണ്ടാവും, അവനൊന്ന് കണ്ടിട്ട് തന്നെ കാര്യമല്ലേ. ശത്രുഭാവം വന്നു കഴിഞ്ഞാൽ സ്മരണ കൂടും അല്ലേ, വിരോധം വരുമ്പോൾ സ്മരണ കൂടും. അങ്ങനെ 3 ജന്മം ഈശ്വരനെ വിരോധം കൊണ്ട് ഭരിച്ച ആളുകളാണ്. അതിൽ ആദ്യത്തെ ജന്മമാണ് ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു. ആ ഹിരണ്യാക്ഷനെ വരാഹമൂർത്തിയായിട്ടും ഹിരണ്യകശിപുവിനെ നരസിംഹമൂർത്തിയായിട്ടും നിരൂപിച്ചു. രണ്ടാമത്തെ ജന്മമാണ് രാവണൻ കുംഭകർണൻ. ആ രണ്ടുപേരെയും ശ്രീരാമ അവതാരത്തിൽ നിർദ്ദേശിച്ചിരുന്നു. മൂന്നാമത്തെ ജന്മമാണ് ശിശുപാലൻ ദണ്ഡോദരൻ, അവർ കൃഷ്ണാവതാരത്തിൽ നിർദ്ദേശിച്ചു. അതിന് പ്രത്യേകതയുണ്ട്. ഈ ഹിരണ്യാക്ഷനെ ഹിരണ്യകശിപുവിനെ കൈകൊണ്ട് അടിച്ചാൽ വന്നത്, ഹിരണ്യാക്ഷനെ കയറി കൊന്നു, ഹിരണ്യകശിപുവിനെ അടിച്ചു കൊന്നു അല്ലേ. രാവണനെയും കുംഭകർണനെയും അസ്ത്രം കൊണ്ടാണ് വന്നത്, അസ്ത്രമായിട്ടാണ് വന്നത്. ശിശുപാലനെയും ദണ്ഡോദരനെയും ശസ്ത്രം കൊണ്ടാണ് വന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യത്തെ 2 പേരെ നേരിട്ട് കൈകൊണ്ട് കൊന്നു, 2 പേരെ അമ്പ ചെയ്ത് കൊന്നു, 2 പേരെ ശസ്ത്രം കൊണ്ട് കൊന്നു. ശസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധം, ശസ്ത്രക്രിയാന്ന് പറയാറുണ്ട്, ആയുധം. അപ്പോൾ അതിനൊക്കെ വേറെ അർത്ഥമുണ്ട്. ഏതായാലും ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു ഇവർ 2 പേരാണ് ആദ്യ ദൈത്യന്മാർ. അതിൽ ഹിരണ്യാക്ഷനാണ് ഭൂമിയെ തട്ടിക്കൊണ്ടുപോയിരുന്ന അത്. ഹിരണ്യാക്ഷൻ ഭൂമിയെ തട്ടിക്കൊണ്ടുപോയി രസാതലത്തിൽ വെച്ചു എന്നാണ് കഥ. എന്താ അതിൻ്റെ അർത്ഥം എന്നൊക്കെ അങ്ങനെ നോക്കുമ്പോൾ രസമുള്ളൂ. ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു വാക്കിൻ്റെ അർത്ഥം ആലോചിച്ചാൽ മതി. ഈ പുരാണങ്ങളിലെ കഥയുടെ താല്പര്യം മനസ്സിലാക്കാൻ ആ വാക്കിൻ്റെ അർത്ഥം ആലോചിച്ചാൽ തന്നെ മിക്കവാറും അർത്ഥം കിട്ടും. വല്ലതും ആലോചിക്കില്ല, എല്ലാവരും പറയും ഹിരണ്യാക്ഷൻ. എന്താ ഹിരണ്യാക്ഷൻ എന്ന അർത്ഥം അറിയോ? എന്താ ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണ്ണം, അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണൻ, സ്വർണ്ണക്കണ്ണൻ. അങ്ങനെ ആരെങ്കിലും പേരിടുമോ? ഉണ്ണിക്കണ്ണനൊക്കെ പേരിടും അല്ലേ, സ്വർണ്ണക്കണ്ണൻ ആരെങ്കിലും പേരിടുമോ? സ്വർണ്ണക്കണ്ണൻ. കശുവ് എന്ന് പറഞ്ഞാൽ കട്ടിലെ പുറപ്പെന്നൊക്കെ ആകും, ഇരിപ്പിടം. നിങ്ങൾക്ക് കശുവ് എന്ന് പറയാം, ഈ കരിമ്പിടമൊക്കെ അല്ലേ, അതിന് കശുവ് എന്ന് പറയാം. ആ സ്വർണ്ണത്തിൻ്റെ കരിമ്പിടം, സ്വർണ്ണത്തിൻ്റെ ഇരിപ്പിടം, അങ്ങനെ ആരെങ്കിലും പറയാറുണ്ട്. എന്താണെന്ന് അറിയാം, സ്വർണ്ണത്തിൽ കണ്ണുള്ളതാണ്. അത് കാമം, ആഗ്രഹങ്ങൾ. കാമം എന്ന് പറഞ്ഞാൽ ഗ്രീഡ്, മറ്റേ സെക്സ് എന്ന അർത്ഥത്തിലല്ല, കാമം. എത്ര കിട്ടിയാലും പോരാ. ഇതാണ് ഹിരണ്യാക്ഷൻ. കശിപു എന്ന് പറഞ്ഞാൽ പൊസസീവ്നെസ് ആണ്, പിടിച്ചു വയ്ക്കുന്ന സ്വഭാവം, ലോഭം. കാമവും ലോഭവുമാണ് ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു. 2 പേരും കശ്യപൻ്റെ മക്കളാണ്, കശ്യപൻ്റെ കുട്ടികളാണ്. കശ്യപൻ എന്ന് പറഞ്ഞാലോ, പശ്യകൻ എന്നുള്ള വാക്ക് തിരിച്ചു പറഞ്ഞാൽ കശ്യപനാകും. സംസ്കൃതത്തിന് നിയമമുണ്ട്. ഹിംസി ധാതു സിംഹ ശബ്ദ. ഹിംസ എന്നുള്ള ധാതുവിനെ സിംഹം എന്ന് പറയും. സിംഹം എന്നുള്ള വാക്കിന് അർത്ഥമില്ല ശരിക്കും പറഞ്ഞാൽ. ഹിംസ എന്നുള്ള തിരിച്ചു പറയുമ്പോഴാണ് സിംഹം എന്നാവുക. അപ്പോൾ പശ്യകനാണ് കശ്യപൻ. പശ്യകൻ്റെ കാണുന്നതെന്നർത്ഥം ആണ് കശ്യപൻ. അപ്പോൾ എല്ലാത്തിനെയും കാണുന്ന മനസ്സാണ് കശ്യപൻ. മനസ്സിലുണ്ടാകുന്ന ആദ്യത്തെ 2 ആസുര ഭാവങ്ങളാണ് കാമവും ക്രോധവും. 3ആണ്.
അതൊരു ക്രോധത്തിന് ഒരു സ്വന്തം നിലനിൽപ്പില്ല. നേരത്തെ പറഞ്ഞ കാമാനിയൻ, കാമന്റെ അനിയനായിട്ട് ക്രോധത്തിന് നിൽക്കാൻ പറ്റുള്ളൂ. വെറുതെ ദേഷ്യമില്ല അതിൻ്റെ വെറുതെ ദേഷ്യം എന്ന് വേറെ സുഖടാ അല്ലേ. ദേഷ്യം വരുന്നൊരു കാരണം വേണ്ടേ? കാമത്തിന് തടസ്സം വരുമ്പോഴാണ് ക്രോധം വരിക. അപ്പോൾ ക്രോധത്തിന് ഒരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല അല്ലേ. കാമവും ലോഭമാണ് പ്രബലമായത്. അത് കാമത്തിന്റെ പ്രതീകമാണ് ഹിരണ്യാക്ഷൻ, ലോഭത്തിന്റെ പ്രതീകമാണ് ഹിരണ്യകശിപു. കഥ ആക്കുമ്പോൾ നമുക്കറിയാം. ഉദാഹരണം എന്താ അറിയോ? ഹിരണ്യേശു വരമടിച്ച് എന്താ ആകാശത്ത് വെച്ച് മരിക്കരുത്, വെള്ളത്തിൽ വെച്ച് മരിക്കരുത് അല്ലേ. തൻ്റെ കയ്യിലുള്ളതൊന്നും നഷ്ടപ്പെടരുത്. നമ്മുടെ എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെടുന്ന നമുക്ക് ഇഷ്ടമാണ്. കടയിൽ വെച്ച് നഷ്ടപ്പെടുന്ന ഇഷ്ടമാണ്, വെള്ളത്തിൽ വെച്ച് നഷ്ടപ്പെടുന്ന ഇഷ്ടമാണ്, ഒന്നും ഇഷ്ടമല്ല. എന്തെങ്കിലും ഒരു സാധനം അകത്ത് വെച്ച് നഷ്ടപ്പെടുന്ന ഇഷ്ടമാണ്, പുറത്ത് വെച്ച് നഷ്ടപ്പെടുന്ന ഇഷ്ടമാണ്, ഒന്നും ഇഷ്ടമല്ല. ഇതെന്താണ് ഹിരണ്യേശു? അത് കേട്ടാൽ മതി, ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഹിരണ്യാക്ഷം എന്ന് പറഞ്ഞാൽ കാമം, ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങൾ എന്ത് പറ്റും? ഭൂമി അധപ്പതിക്കും. ഭൂമി അധപ്പതിച്ച് രസാതലത്തിലേക്ക് പോകും. ഇന്ന് ഭൂമിയിലുണ്ടാവുന്ന എല്ലാ അധപ്പത്തിനും കാരണം മനുഷ്യൻ്റെ മനസ്സിലെ കാമമല്ലേ, ആഗ്രഹങ്ങളാണ്. എത്ര കിട്ടിയാൽ മതിയാവും? പണം എത്ര കിട്ടിയാൽ മതിയാവും അല്ലേ? സൗകര്യങ്ങൾ എത്ര ഉണ്ടായാൽ മതിയാവും? അധികാരം എത്ര ഉണ്ടായാൽ മതിയാവും? ബന്ധങ്ങൾ എത്ര ഉണ്ടായാൽ മതിയാവും? സൗന്ദര്യം എത്ര ഉണ്ടായാൽ മതിയാവും? ആലോചിച്ചോ, സാരി എത്ര കിട്ടിയാൽ മതിയാവും? മതിയാവുമോ? ഇതാണ് കാമം. പോരാ പോരാ പോരാ. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് അറിയാമോ? ഭൂമി അധപ്പതിക്കും. രസാതലം എന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ചമസ്കന്ധത്തിലാണ്. രസാതല ഏതാ? സ്വർഗത്തിനേക്കാളും സുഖമുള്ളതാണ് രസാതല. സുഖഭോഗമുള്ള നാടാണ് രസാതലം. മനുഷ്യൻ്റെ മനസ്സിലുള്ള കാമവാസന ഭൂമി അധപ്പതിച്ച് രസാതലയിൽ കൊണ്ടുപോകുന്ന അർത്ഥം. ഇന്നിപ്പോൾ ഭൂമിയിലുണ്ടാകുന്ന സകല കുഴപ്പങ്ങൾക്ക് കാരണം ആരാ? നമ്മുടെ മനസ്സാണ് അല്ലേ. ഇപ്പോൾ അന്തരീക്ഷ മലിനീകരണം പറയും. അന്തരീക്ഷം മലിനമാക്കിയത് ആരാ? മനുഷ്യനല്ലേ അല്ലേ. ജലം മലിനീകരണമായി, പുഴയൊക്കെ ആരാ ചീത്തയാക്കിയത്? മനുഷ്യൻ്റെ മനസ്സിലെ കാമവാസനയാണ്. ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്ന ആരാ? നമ്മുടെ മനസ്സിലാക്കി. അപ്പോൾ പ്രപഞ്ചത്തിനെ അധപ്പതിപ്പിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിലുള്ള കാമവാസനയാണ്. അതാണ്